നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ഒക്കെ ഹീറോ BJP ആണ്. അതായത് LDF വീണ്ടും അധികാരത്തിൽ വരണം എന്നാഗ്രഹിക്കുന്ന ഒരേ ഒരു പാർട്ടി BJP ആണ്. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ പറയാം. ഈ വെള്ളാപ്പള്ളിയുടെയും സുകുമാരൻ നായരുടെയും നിലപാടുകൾ അത് BJP ഒട്ടും അസ്വസ്ഥമാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവര് ഏത് നിലപാട് വേണമെങ്കിലും സ്വീകരിച്ചോട്ടെ, അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്നാണ് BJP പറയുന്നത്. അതായത് സാമുദായിക സംഘടനകൾ ആരെ കൂടെ വേണമെങ്കിലും പൊക്കോട്ടെ, അവർക്ക് ആർക്ക് വേണമെങ്കിലും വോട്ട് കൊടുത്തോട്ടെ, അത് ഞങ്ങളുടെ വിഷയമല്ല, ഞങ്ങളെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്നാണ് BJP പറയുന്നത്. അതിനും കാരണമുണ്ട്, അതും വഴിയേ പറയാം. അതായത് കോൺഗ്രസ് എന്ന് പറയുന്നത് 2 വർഷം തുടർ ഭരണം വന്നത് LDF ആണ്. കോൺഗ്രസ് അമ്പേ പാളി നിൽക്കുകയാണ്. ഒരു തരത്തിലും കര കയറി വരാൻ കഴിയാതെ ആഴക്കടലിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി. എങ്ങനെയെങ്കിലുമൊക്കെ കയറി വരാൻ ശ്രമിക്കുമ്പോൾ പെണ്ണ് കേസുകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അഴിമതി കേസുകളൊക്കെ ഇങ്ങനെ ശബ്ദരേഖകൾ അങ്ങനെ ഓരോന്നോരോന്നായി കോൺഗ്രസിനെ വീണ്ടും വലിച്ചു താഴേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കോൺഗ്രസിനുള്ളതാണ് ലീഗ്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അധികാരം കയ്യിൽ വേണം എന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസിലെ ഒരു ഘടകകക്ഷിയാണ് ലീഗ് എന്ന് പറയുന്നത്. ലീഗിന് കോൺഗ്രസിൽ വലിയ പ്രാതിനിധ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഈ അടുത്ത കാലത്ത് ഈ 2 വർഷവും അധികാരമില്ലാതെ കോൺഗ്രസ് ഇങ്ങനെ പ്രതിപക്ഷത്ത് നിന്നിട്ട് കോൺഗ്രസിനെ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. എങ്കിലും പ്രതിപക്ഷത്ത് നിൽക്കുമ്പോൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ആളുകൾ ഓരോ ആവശ്യവുമായി ലീഗിന്റെ നേതാക്കളെയും ലീഗിനെയും സമീപിക്കുമ്പോൾ അധികാരം കയ്യിലില്ലാത്തത് കൊണ്ട് ലീഗിന് അത് ചെയ്തു കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ലീഗ് അസ്വസ്ഥരാണ്. കാരണം കോൺഗ്രസ് ഇനി അധികാരത്തിൽ വരില്ല എന്നുള്ളത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർ ഉറപ്പിച്ചു കഴിഞ്ഞ കാര്യം കൂടിയാണ്. ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നില്ലെങ്കിൽ ലീഗ് ഉറപ്പായിട്ടും LDFനോടൊപ്പം ചേരും. LDFനോടൊപ്പം ലീഗ് ചേർന്ന് കഴിഞ്ഞാൽ കോൺഗ്രസിന് പിന്നെ കേരളത്തിൽ UDF കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ പിന്നെ ഉണ്ടാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോ കോൺഗ്രസിന് ഇതൊരു മാലികേറ മലയാണ്. ഇത്തവണ എങ്ങനെയും അധികാരം പിടിക്കുക എന്നുള്ളതാണ്. പക്ഷേ സാമുദായിക സംഘടനകളെയൊക്കെ കൂടെ നിർത്തിക്കൊണ്ട് അയ്യപ്പന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മാതാമൃതാനന്ദമയിയുടെയൊക്കെ അടുത്ത് പോയിക്കൊണ്ട് പല കാര്യങ്ങളിലും പല മാറ്റങ്ങളും തിരുത്തലുകളും വരുത്തിക്കൊണ്ടുള്ള LDFന്റെ മുന്നേറ്റം BJP വഴിയൊരുക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ പലരും എനിക്ക് തലയ്ക്ക് വട്ടാണ് എന്ന് വരെ വേണമെങ്കിൽ പറയും. യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് ബോധ്യപ്പെടും എന്നുള്ളതാണ് വാസ്തവം. ഇവിടുത്തെ സംഭവം എന്താണ് നമുക്ക് ഒന്ന് നോക്കാം. ഇവിടുത്തെ സംഭവം 2026 നിയമസഭാ തിരഞ്ഞെടുപ്പാണ്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 11 നിയമസഭാ മണ്ഡലങ്ങളിലാണ് BJP 1ാം സ്ഥാനത്ത്. ഓർമ്മിച്ചു വെക്കുക, 11 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP 1ാം സ്ഥാനത്ത്, 9 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP 2ാം സ്ഥാനത്ത്, 20 മണ്ഡലങ്ങളിൽ BJP പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ പ്രതീക്ഷ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇനി 10 മണ്ഡലങ്ങളിൽ 2026 തിരഞ്ഞെടുപ്പിൽ 10 മണ്ഡലങ്ങളിൽ BJP വിജയിച്ചാൽ, 10 നിയോജക മണ്ഡലങ്ങളിൽ BJP വിജയിച്ചാൽ 10 സീറ്റ് കിട്ടിയാൽ മതി. BJPക്ക് ആ 10 സീറ്റ് വെച്ച് BJP ഒരുവിധം കയറിപ്പിടിച്ച് വരുന്നുണ്ട്. ഇനി 2031 ആകുമ്പോഴേക്കും UDF കോൺഗ്രസ് കേരളത്തിൽ നിന്ന് നിലം പരിശാകും. കേരളത്തിൽ നിന്ന് കോൺഗ്രസ് നിലം പരിശാകുമ്പോൾ 2031 ആരാണ് അവിടെ? ഇപ്പൊ 10 സീറ്റ് കിട്ടിയ BJPക്ക് ആ സീറ്റിന്റെ എണ്ണം പിന്നെയും കൂടും. 2026 10 സീറ്റ് BJP നേടിയെടുക്കുമെങ്കിൽ 2031 ആവുമ്പോൾ കേരളത്തിന്റെ ഭൂരിപക്ഷം BJP കൈയാളും. കേരളത്തിന്റെ പ്രതിപക്ഷം, അതായത് കേരളം 2031 കേരളം അന്ന് CPM ആണ് ഭരിക്കുന്നതെങ്കിൽ പ്രതിപക്ഷം BJP ആയിരിക്കും. 2036 ആകുമ്പോഴേക്കും BJP കേരളം ഭരിക്കുന്ന തരത്തിലേക്ക് കൊണ്ടെത്തിക്കും. അതാണ് അവരുടെ പൊളിറ്റിക്കൽ അജണ്ട എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. കൃത്യം വ്യക്തവുമാണ് അവരുടെ പ്രോജക്റ്റ്. ഇവിടെ BJPക്ക് അടിപതറും എന്ന് ചിന്തിക്കുന്നവരാണ് വിഡ്ഢികൾ.
അവരാണ് ഇവിടത്തെ വില്ലന്മാർ എന്ന് പറയുന്നത്. BJP കൃത്യമായി മാസ്റ്റർ പ്ലാനോട് കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. 10 സീറ്റ് ഇപ്പൊ 2026 കിട്ടിയാൽ 2031 ആകുമ്പോൾ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് BJP മാറും. 2036 ആകുമ്പോൾ BJP കേരളം ഭരിക്കുന്ന തരത്തിലേക്ക് വരും. ഇനി 2036 ആകുമ്പോൾ LDFന്റെ സ്ഥാനം എന്തെന്നറിയട്ടെ. അതിനു മുൻപ് BJP ഓഫീസിൽ ഒരു മുഖ്യമന്ത്രിക്ക് ഒരു ഓഫീസ് തുറന്നിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കായി ഒരു ഓഫീസ് അതിൻ്റെ അകത്തുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പലരും അതിനെ കളിയാക്കിയിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട്. വ്യക്തമായ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് BJP അത്തരമൊരു ഓഫീസ് BJPയുടെ തിരുവനന്തപുരത്തെ ഓഫീസിൽ BJP ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. അത് തലയ്ക്ക് മൂള ഇല്ലാത്തത് കൊണ്ടല്ല, നല്ല മൂള ഉള്ളത് കൊണ്ടാണ്. ഇനി CPM തുടർച്ചയായി അധികാരത്തിൽ വന്നാൽ ബംഗാൾ പോലെയാകും കേരളം. ബംഗാളിലെ അവസ്ഥ അറിയാമല്ലോ, അതുപോലെയാകും കേരളം. കേരളത്തെ ബംഗാളാക്കി CPM മാറ്റും. ഇപ്പൊ തന്നെ CPMനെ കൊണ്ട് ആളുകൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. പക്ഷേ കോൺഗ്രസ് വരണ്ട എന്നും അവർ കൃത്യമായി ആഗ്രഹിക്കുന്നുമുണ്ട്. അങ്ങനെ കോൺഗ്രസ് വരണ്ട എന്ന് അവർ ആഗ്രഹിക്കുകയും CPM വരികയും ചെയ്യും. ജനദ്രോഹപരമായ നടപടികളാണല്ലോ CPM പലപ്പോഴും കൈക്കൊള്ളുന്നത്. അത്തരത്തിലുള്ള ജനദ്രോഹപരമായ നടപടികൾ CPM എടുക്കുമ്പോൾ സ്വാഭാവികമായും ആളുകൾ CPMൽ നിന്ന് വിട്ട് പോകും. 2026 കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 2031 26, 27, 28, 29, 30, 31 തിരഞ്ഞെടുപ്പിൽ LDF അധികാരത്തിൽ വരികയും പ്രതിപക്ഷം BJP ആവുകയും ചെയ്യും. കോൺഗ്രസ് അമ്പേ മുക്തമായി. കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും കോൺഗ്രസ് എന്ന പാർട്ടി തുടച്ചു നീക്കപ്പെടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസിന്റെ പോക്ക് അങ്ങനെയാണ്. അങ്ങനെ വീണ്ടും 4ാമതും തുടർഭരണം LDFന് കിട്ടിയാൽ, അല്ലെങ്കിൽ 3ാമതും തുടർഭരണം LDFന് കിട്ടിയാൽ LDF ഏതൊക്കെ തരത്തിൽ ജനങ്ങളെ ദ്രോഹിക്കുമെന്നും എന്തൊക്കെ അഴിമതികൾ നടത്തുമെന്നും ഏതൊക്കെ തരത്തിൽ കട്ടുമുടിച്ച് ഖജനാവ് കാലിയാക്കുമെന്നും ജനങ്ങൾക്ക് വികസനം കൊണ്ടുവരില്ല എന്നും സ്വാർത്ഥ താല്പര്യത്തോടെ മാത്രമേ CPM മുന്നോട്ട് പോകുകയുള്ളൂ എന്നും CPMനുള്ളിൽ തന്നെ തമ്മിത്തൽ ഉണ്ടാകുമെന്നും പിണറായിക്കപ്പുറം ഒരു മുഖ്യമന്ത്രി കേരളം ഭരിക്കാൻ വന്നാൽ അത് CPMന്റെ വീഴ്ച ആയി തന്നെ അത് മാറുമെന്നും, കാരണം പിണറായിയെ പോലെ കരുത്തനായ ഒരു മുഖ്യമന്ത്രിയെ ചൂണ്ടിക്കാണിക്കാനോ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനോ CPMനുള്ളിൽ ഇല്ല. അങ്ങനെ വരുമ്പോൾ CPM കുത്തഴിഞ്ഞ ഒരു പാർട്ടിയായി മാറും. അങ്ങനെ മാറുമ്പോൾ അവിടേക്ക് പതുക്കെ അതായത് നമ്മൾ കേട്ടിട്ടില്ലേ, ഇരുന്നിട്ട് കാല് നീട്ടുക, നിന്നിട്ട് കാല് നീട്ടിയാൽ ആ നീട്ടല് വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുക. അതായത് ഒരു കയറിട്ടിട്ട് പതുക്കെ ഇവിടെ നിന്ന് ആളുകളൊക്കെ പരിഹസിക്കുകയാണ്, വിമർശിക്കുകയാണ്, ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്, ഒക്കെ ചെയ്യുകയാണ്. ഇതിന്റെ മുകളിലേക്ക് കയറാൻ പറ്റില്ല എന്നുള്ളത്. മറ്റുള്ളവർ കയ്യിൽ എണ്ണയൊക്കെ തേച്ച് കൂടുതൽ ആളുകളുടെ ശക്തിയോടുകൂടി അട്ടഹാസങ്ങളോടുകൂടി കയറി പിടിച്ചു പോവുകയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു കൈ വച്ച് അടുത്ത കൈ വെച്ച് ഇവിടം വരെ എത്തുമ്പോഴേക്കും അവർ സ്പീഡിൽ കയറി പോവുകയാണ്. ആ കാഴ്ചയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ നടേശൻ BJPയുടെ കൃത്യമായ നിലപാട് കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോ LDFനെ സപ്പോർട്ട് ചെയ്യുന്നത്. വി മുരളീധരൻ നടേശനെ കണ്ടത് സാമുദായിക സംഘടനകൾ BJPക്കൊപ്പം നിൽക്കണമെന്ന് പറയാനല്ല, നിലപാട് കൂടുതൽ കടുപ്പിച്ചുകൊണ്ട്, അതായത് സാമുദായിക സംഘടനകൾ BJPക്കൊപ്പമാണ് എന്ന് ഒരിക്കൽ കൂടി നിലപാട് കടുപ്പിക്കണം എന്ന് നടേശനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് മുരളീധരൻ അവിടെ എത്തിയത്. മാത്രമല്ല NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും ഇതേ നിലപാടിൽ തന്നെയാണ്. BJPക്ക് വരാനുള്ള വഴി തുറന്നിട്ട് കൊടുക്കുക, ആ വഴിയാണ് അവർ കാണിച്ചു കൊടുക്കുന്നത്. BJP കടന്നു വരൂ, കുറച്ച് പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും, അതൊക്കെ ഞങ്ങളായിട്ട് പതുക്കെ മാറ്റിത്തരാം. ഇപ്പൊ ഞങ്ങൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് CPMനോടൊപ്പം നിൽക്കുകയാണ്. കോൺഗ്രസ് വരാതിരിക്കുമ്പോൾ മുസ്ലിം ലീഗ് കൂടെ CPMന്റെ അടുത്തേക്ക് വരും. 3ാം ഭരണവും CPMന് കിട്ടിയാൽ പ്രതിപക്ഷത്തിരിക്കാൻ BJP ഉണ്ടാകും.
4ാം തവണ BJP കേരളം ഭരിക്കുമ്പോൾ മുസ്ലിം ലീഗുമില്ല, CPM ഇല്ല, കോൺഗ്രസും ഇല്ല. കേന്ദ്രം നരേന്ദ്രമോദി ഭരിക്കുന്നത് പോലെ ഇവിടെയും ഇത്. ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരവസ്ഥ.